നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ O.J. ജോൺ രചിച്ച പ്രാചീന കേരള ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ബഹുമാന്യനായ പ്രൊഫസർക്ക് നൽകിക്കൊണ്ട് ഞാൻ നിർവഹിക്കുകയാണ്. ഈ പുസ്തകവും ഗവേഷണ തൽപരരായ ആളുകൾക്ക്, പ്രത്യേകിച്ചും വിജ്ഞാന സാഹിത്യ രംഗത്ത് വളരെയേറെ പ്രയോജനപ്പെടുവാൻ സാധ്യതയുള്ള ഗ്രന്ഥമാണ് എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടുകൂടെ തന്നെ ഇതിൻ്റെ പ്രകാശന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രോഗ്രാം ചെയ്തിരുന്ന ആ വിഷയത്തെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ സഹോദരന് M.V. ബാബു മറ്റ് സഹോദരന്മാരൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ രാവിലെ വളരെ അന്താപേക്ഷിതമായിട്ട് ഒരു മരണ ശുശ്രൂഷയിൽ, അടക്ക ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ഞാനതിന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലേറ്റായിട്ടാണ് വരാൻ സാധിച്ചത്. ആ ഒരു പോരായ്മ എൻ്റെ ഭാഗത്ത് ഉണ്ടായത് നിങ്ങൾ സദയം ക്ഷമിക്കണം എന്ന് പ്രത്യേകം ഞാൻ ആവശ്യപ്പെടുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് പ്രാചീന കേരള ചരിത്രം എന്നുള്ളതാണ്. ഇത് രചിച്ചിരിക്കുന്നത് ഡോക്ടർ O.J. ജോണാണ്. ഡോക്ടർ O.J. ജോണിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്. എന്നാൽ വളരെ കൂടുതൽ അടുത്ത് പരിചയപ്പെടത്തക്കവണ്ണം എനിക്കിടയായിട്ടില്ല. അതിന് പ്രധാന കാരണം ഞാൻ ഈ സാഹിത്യ കാര്യങ്ങളൊക്കെ അല്പം അകന്നു നിൽക്കുന്ന ആളാണ്. ആ ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ല അതിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ മറിച്ച് നോക്കിയപ്പോൾ പ്രാചീനമായിട്ടുള്ള അനേക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് കേരള ചരിത്രം, പ്രാചീന ചരിത്രം മനസ്സിലാക്കാനായിട്ട് ഇത് ഇടയായിത്തീരുന്നു. ഭാരതത്തിലെ സഭകളുടെ ആരംഭവും തമിഴ്നാട്ടിലേതും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേതും, അതുപോലെ സെൻറ്റ് തോമസിൻ്റെ ഭാരതത്തിലേക്കുള്ള വരവ്, തൻ്റെ മരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സ്റ്റഡീഡായിട്ട് ചെയ്യുന്ന ഒരു കൃതി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നാം കേട്ടതുപോലെ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. വായിച്ച് ഇതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പിന്നെ നമ്മുടെ ശാഖ, നമ്മുടെ സാഹിത്യശാഖ വികസിപ്പിക്കാനായിട്ടും ഇത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ടും തീർച്ചയായിട്ടും ഇത് ഉതകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ മറ്റ് ഉപദേശപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കത്തക്കവണ്ണം ഞാനത് പരിശോധിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അറിവോടുകൂടെയും അനുവാദത്തോടും കൂടെയാണ് ഞാനിത് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോപ്പിക്ക് 250 ഉറുപ്പിക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് സഹോദരന്മാർ പറയും. ഇതെല്ലാവരും ഓരോ കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ഉത്സാഹിക്കണം എന്നും ഈ നിലയിൽ എന്നെ ഇതിനകത്ത് സംബന്ധിപ്പിച്ചതിന് ഇതിൻ്റെ പ്രവർത്തകരോട് എല്ലാവരോടും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം സഹായിക്കും.